അങ്ങനെ നമ്മുടെ ചാക്കോച്ചന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി കണ്ടുവന്നിരിക്കുകയാണ്. എന്നാ ഒരു കിടിലം പടം എന്ന് പറയും. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും കിടിലൻ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന പടം കണ്ടിട്ടില്ല. വേറെ ലെവല് സാധനം. ആൻഡ് ചാക്കോച്ചൻ, ദിസ് ഈസ് യുവർ ബെസ്റ്റ് ആൻഡ് യു ആർ ദ ബെസ്റ്റ്. സോ ഇതിൽ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടർ ഹരിശങ്കർ പറഞ്ഞ ക്യാരക്ടറാണ്. അത് വേറൊരു നടൻ ഇതിനേക്കാളും നന്നായി ചെയ്യാൻ പറ്റും നമുക്ക് സ്വപ്നത്തിൽ പോലും ആലോചിക്കാൻ തോന്നില്ല. അത്രയും കിടിലായിട്ടാണ് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ റൊമാൻറ്റിക് ഹീറോ ചാക്കോച്ചൻ ഒന്നല്ല, ഇത് ചാക്കോച്ചൻ വേർഷൻ 2.0 എന്ന് പറയാം. ആദ്യമായിട്ടാണ് കുഞ്ചാക്കോ ബോബന്റെ ഒരു പടം കഴിഞ്ഞിട്ട് എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിക്കുന്ന കാരണം അത്രയും കിടിലം പടമാണ്. സോ കുഞ്ചാക്കോ ബോബൻ ആൻഡ് ത്രില്ലേഴ്സ് പറയുമ്പോൾ ആരും അഞ്ചാം പാതിരി ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്. ഇതിൽ കൂടുതൽ ട്വിസ്റ്റും ടേൺസും കാര്യങ്ങളൊന്നുമില്ല. മോർ ഓവർ ഒരു ഇമോഷണൽ ത്രില്ലർ ആണ്. ഇടയ്ക്ക് ത്രില്ലിംഗ് മൊമെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ സീറ്റ് ഓഫ് ദ എഡ്ജ് ത്രില്ലർ അങ്ങനത്തെ ഒരു മൊമെന്റ്സ് ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നും ദയവ് ചെയ്ത് പ്രതീക്ഷിക്കരുത്. ഫ്രം ദ ഫസ്റ്റ് സീൻ ടു ദ ലാസ്റ്റ് ചാക്കോച്ചന്റെ അഴിഞ്ഞാട്ടം എന്നൊക്കെ പറയാം. അത്രയും കിടിലൻ തന്നെയായിരുന്നു. ഇങ്ങനെ ഒരു ഇൻട്രോ ഉണ്ട്, അത് കാണുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടും. സോ ഈ സിനിമ തുടങ്ങുന്നത് എങ്ങനെയാ വെച്ചാൽ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു ബസ് വരുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ സൂര്യ പറഞ്ഞ പോലെ വാ പൊല്ലറിന്റെ ഇരുന്ന് കാണേണ്ടി വരും. അങ്ങനെയാണ് കണ്ടത്. ഭയങ്കര ക്രിസ്പ് ആൻഡ് നീറ്റ് ആയിട്ട് എടുത്തിട്ടുള്ള പടം, നല്ല രസമായിരുന്നു. ഈ റീസെന്റ് ഇയേഴ്സിൽ, ഞാൻ 2025 അല്ല പറയുന്നത്, ഈ റീസെന്റ് ഇയേഴ്സിൽ കണ്ടതിൽ ഏറ്റവും കിടിലൻ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. നല്ല രസമായിരുന്നു, സമയം പോയത് പോലെ അറിയില്ല. ഇപ്പൊ ഇവൻ ചാക്കോച്ചന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ട ഒരു ഗ്രൂപ്പ് ഉണ്ട്. സിംഗിൾ പേഴ്സൺ അല്ല, ഗ്രൂപ്പ്. നമ്മുടെ വിശാഖ് നായരും റംസാനും പിന്നെ 2 പെങ്കൊച്ചുങ്ങളും വേറെ 2 പേരൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, സൈക്കിക് ഗ്രൂപ്പ്. പണിയില് സാഗർ ഒരു വില്ലനിസം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത്രയും സൈക്കിക് വില്ലൻ കാണിച്ച വേറൊരു വില്ലൻ വന്നിട്ടില്ല. വിശാഖ് നായരൊക്കെ വേറെ ലെവൽ പെർഫോമൻസ് തന്നെയായിരുന്നു. ഇതിലൊരു മറ്റേ ബോയ് കട്ട് അടിച്ചൊരു പെങ്കൊച്ചുണ്ട്. ആ പെങ്കൊച്ചും ചാക്കോച്ചും തമ്മിൽ ഫൈറ്റ് വരുമ്പോ നാട്ടുകാർ പിന്നാലെ ഇരുന്ന് വിളിച്ചു പറയണേ തല്ലി കൊല്ലടാ അവളെ പറഞ്ഞിട്ട്. കാരണം ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കും അതന്നെ തോന്നുള്ളൂ. ഇങ്ങനെ തരിച്ചു വരും നമുക്ക്. സോ ഈ ഗ്രൂപ്പ് തിയേറ്റർ വിസിറ്റിന് പോകേണ്ടത് വെച്ചാ ദയവ് ചെയ്ത് സിനിമ തുടങ്ങണേ മുമ്പ് പോവുക. കാരണം ശേഷം പോയി ഇങ്ങനെ അട്ടി ഉറപ്പാണ്, നാട്ടുകാർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സോ ബെസ്റ്റ് പടമാണ്. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കേണ്ട ഒരു സിനിമയാണ്. പിന്നെ നമ്മുടെ റോൾ ചെയ്തിരിക്കുന്നത് പ്രിയാമണി, ചാക്കോച്ചന്റെ വൈഫായിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പ്രിയാമണിയുടെ കാര്യം പിന്നെ എടുത്ത് പറയണ്ടല്ലോ, അവിടെ ഏത് റോൾ വേണമെങ്കിൽ പോവും, ഇവിടെ എന്തും പോവും പറയുന്ന പോലെ അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജഗദീഷ് ഏട്ടൻ ചെറിയ റോൾ. ഇതിൽ പെർഫോമൻസ് വൈസ് എല്ലാവരും അടിപൊളി തന്നെയായിരുന്നു. നമ്മുടെ ചാക്കോച്ചൻ റൊമാൻറ്റിക് ഹീറോ എന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്തപ്പോ നമുക്ക് കിട്ടിയ പടങ്ങളാണ് വേട്ട, അതേപോലെ തന്നെ നായാട്ട്. അപ്പൊ അങ്ങനത്തെ ആ ഒരു അഞ്ചാം പാതിര, അപ്പൊ ആ ഒരു ലിസ്റ്റിലേക്ക് നമുക്ക് ഒരു പുതിയ എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ നമ്മൾ ഇലവീഴ പൂഞ്ചിറ അല്ലെങ്കിൽ നായാട്ടൊക്കെ നോക്കുമ്പോൾ കമേഴ്ഷ്യൽ എലമെന്റ്സ് ഇല്ല. പക്ഷെ ഇതിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഒന്നും കൂടി നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിക്കോട്ടെ പറഞ്ഞിട്ട് 2 ഫൈറ്റ് സീൻസ് വെച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ് വിത്ത് മറ്റേ ജെയ്ക്സ് ബിജോയുടെ BGM വേറെ ലെവല് പറയാം. എന്നാ കിടിലും ഫൈറ്റ് സീനാന്ന് പറയാം. ക്ലൈമാക്സിലൊക്കെ ഉള്ളു നമ്മളൊക്കെ ഈ മറ്റേ മുൾമുല്ലേൽ ഇരിക്കുന്ന പോലെയാണ് അവിടെ ഇരിക്കുക. സോ എനിക്ക് ബേസിക്കലി ഭയങ്കര ഇഷ്ടമായ സിനിമയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത്, ഞാൻ മാത്രമല്ല, എന്റെ വീട്ടിൽ നിന്ന് ഞാൻ എന്റെ ഏട്ടനും അച്ഛനൊക്കെ പോയത്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായ പടമാണ്. സോ ആദ്യം ഞാൻ സിനിമയ്ക്ക് കയറിയപ്പോൾ 10 പേരുണ്ടായിരുന്നു. ഞാൻ ഇത്രയും നല്ല റെസ്പോൺസുകൾ സിനിമയ്ക്ക് 10 പേരോ കണ്ടിരിക്കുമ്പോൾ പിന്നെ ഹൗസ്ഫുൾ ആയി പടം. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. സോ വീക്കെൻഡ്സ് ഒക്കെയാണ് വരുന്നത്, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ചാക്കോച്ചന്റെ ഒരു വേർഷൻ 2.0 അല്ലെങ്കിൽ ഒരു പുതിയ ലെവൽ ചാക്കോച്ചനെ നിങ്ങൾ കാണണം വെച്ചാൽ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കേണ്ട പടമാണ്. ഇപ്പൊ ചാക്കോച്ചൻ എനിക്ക് തോന്നുന്നു 3 to 4 പോലീസ് റോൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്കൂൾ ബസ്സിൽ ചെയ്തിട്ടുണ്ട്, അള്ള് രാമേന്ദ്രൻ അങ്ങനെ ഏതൊരു പടം ഉണ്ട് തോന്നുന്നു. പിന്നെ വന്നിട്ട് നായാട്ട്, പിന്നെ ഈ പടമാണ്. സോ ഇതിൽ 4 നമുക്ക് ഒരു സിമിലാരിറ്റി കാണാൻ പറ്റില്ല. പറയുമ്പോൾ എല്ലാം പോലീസ് ഓഫീസേഴ്സ് തന്നെയാണ്, പക്ഷെ നമുക്ക് ഒരു സിമിലാരിറ്റി കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിൽ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറാണ് ഇതാ ഇപ്പോഴത്തെ മറ്റേ ഹരിശങ്കർ എന്നുള്ള ക്യാരക്ടർ. സോ ട്രൈ ഇറ്റ് ഔട്ട്.